അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ വന്ന എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചത്രയും വന്നില്ല എന്നുള്ളതാണ്. ലാലേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ലാലേട്ടൻ ചെയ്യുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയുന്നതാണ്. ലാലേട്ടനെ സംബന്ധിച്ച് ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് മൊത്തം കുത്തിയിരുന്ന് കണ്ടതിന് ശേഷം ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. പലപ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ട രംഗങ്ങളായിരിക്കാം ലാലേട്ടൻ കാണുന്നത്. ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ സംശയിച്ച കാര്യമുണ്ട്. ആ ക്യാപ്റ്റൻസി ടാസ്കിൽ നെവിൻ കാണിച്ച പ്രകടനം, പക്ഷേ നെവിന് അത് കൃത്യമായിട്ട് ബുദ്ധിപരമായിട്ട് നീങ്ങി എന്നുള്ളതാണ്. നെവിൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെവിൻ പറഞ്ഞത് എന്താണ്, ലാലേട്ട ഇവർ 3 പേരും യാതൊരു വിധ എന്തൊന്നും ഇല്ലാതെ ഇങ്ങനെ കളിക്കുമ്പോൾ അത് രസം വന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയറുന്നത്. പക്ഷേ അത് കൃത്യമായിട്ട് നമ്മളും പറഞ്ഞതാണ്. അതുകൊണ്ട് ലാലേട്ടനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നെവിൻ കൊണ്ടെത്തിച്ചു എന്ന് തോന്നി. അപ്പം നെവിൻ്റെ ആ ബുദ്ധിപരമായ നീക്കം നെവിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. പക്ഷെ പലപ്പോഴും അനൂനും അനീഷിനും ഒക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം അനീഷിൻ്റെ കാര്യം, ഞാൻ സുപ്രഭാതം എന്നേ തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അനീഷ് തന്നെ രണ്ടാമത് പറയേണ്ടി വന്നു, ഞാൻ ആദ്യത്തെ കുറച്ച് ദിവസം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത്. പക്ഷേ ആദ്യമേ തന്നെ അങ്ങനെ പറഞ്ഞാൽ പോരെ, ഞാൻ ഗുഡ് മോർണിംഗ് എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. അതിന് ശേഷം എനിക്ക് തോന്നി ഇത് മലയാളം ബിഗ് ബോസ് ആണ്, അതുകൊണ്ട് സുപ്രഭാതം പറഞ്ഞു തുടങ്ങിയതാണ്, ഇനി മുതൽ അങ്ങനെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ. ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അത് അനീഷ് പറഞ്ഞത് കുളമാക്കുന്നത് കാണാം. അനീഷിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പല കാര്യങ്ങളും പറഞ്ഞു കുളമാക്കുന്നത്, പിന്നെ അവസാനം അത് സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അനീഷിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. അതുപോലെ അനുവിന് പലപ്പോഴും ലാലേട്ടൻ്റെ മുന്നിൽ പറഞ്ഞു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അനു ഉരുണ്ട് കളിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിൽ അനു പലപ്പോഴും ചെന്നിടപെടുന്നു. അനുവിന് ഈ പ്രാവശ്യം വലിയ നെഗറ്റീവൊന്നും ഇല്ലാത്ത ഒരാഴ്ചയായിരുന്നു. പക്ഷേ അനു അങ്ങോട്ട് കണ്ടൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അനു ആവശ്യമില്ലാതിരുന്ന് സംസാരിക്കുന്നു, അത് ലാലേട്ടൻ കാണുന്നു, പിടിക്കുന്നു. അങ്ങനെയാണ് അനു പലപ്പോഴും ലാലേട്ടനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള ആളിനെ നോറയുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ക്യാമറ കണ്ടതിൽ കൃത്യമായിട്ട് ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും കണ്ടൻറ്റ് അനു ഇവിടെയും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നമുക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരിനെ വേണ്ട വിധം ലാലേട്ടൻ കൈകാര്യം ചെയ്തത് കുറഞ്ഞു പോയി എന്ന് തോന്നി. കാരണം ആ കോയിൻ ഒളിപ്പിച്ചത് വലിയൊരു ക്രൈം തന്നെയാണ്. ബിഗ് ബോസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. ഒരു ടാസ്കിനുള്ളിൽ ബിഗ് ബോസിനെ പോലും മറിച്ച് അത് ക്യാമറ ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് പോലും അത് ഒളിപ്പിച്ച് വെക്കുക എന്ന് പറയും. അതിനിടയിലാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ലാലേട്ടൻ ബോധ്യപ്പെടുത്തിയത്, ഒരു കോയിൻ കൂടി ഉണ്ട്. ആ കോയിൻ എന്ത്? ആ കോയിന് ജയിലിലേക്ക് ഉടൻ തന്നെ പോവുക എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കോയിൻ ഒളിപ്പിച്ചതിൻ്റെ പേരിൽ കൃത്യമായിട്ട് ജയിലിൽ പോകേണ്ട ഒരു വ്യക്തി ആര്യനായിരുന്നു എന്ന്. പക്ഷെ അവിടുത്തെ ഗ്രൂപ്പിസം കൊണ്ട് രക്ഷപ്പെട്ട വ്യക്തിയാണ് ആര്യൻ. ആ ആര്യൻ എങ്ങനെ ജയിലിൽ പോകും? ഒരു കാരണവശാലും ജയിലിൽ പോയില്ല. ഇപ്പോൾ ഇതിനിടയിലെ ചില വീഡിയോകൾ പ്രചരിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു. അതുപോലെ പല കമൻറ്റുകളും വന്നത് ഞാൻ ആലോചിക്കുന്നു. ആര്യൻ്റെ കയ്യിൽ 4 കോയിൻ അല്ല ആര്യൻ ഒളിപ്പിച്ചത്, 5ാമത്തെ കോയിൻ ഉണ്ടായിരുന്നു, അത് സോഫയുടെ കീഴിലേക്ക് ഒളിപ്പിച്ച് വെക്കുന്നത് കണ്ടു എന്ന് പല പ്രേക്ഷകരും പറഞ്ഞു. പക്ഷെ ഞാൻ ലൈവിൽ അത് കണ്ടില്ല കേട്ടോ. എന്തോ ഞാൻ കണ്ടില്ല. ഞാൻ ഇത് കണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഇത് കൃത്യമായിട്ട് പല പ്രേക്ഷകരും പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോകൾ ഒത്തിരി പ്രചരിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ പറഞ്ഞ ആ 5ാമത്തെ കോയിൻ ആര്യൻ്റെ കൈവശമാണോ? ലാലേട്ടൻ പറയുന്നുണ്ട്, അത് കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ഇരട്ടിയാകും എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ലാലേട്ടൻ വന്നിട്ട് വളരെ കണ്ടുപിടിച്ചില്ലേ, എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ പണി ഞാൻ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്നേ ഇല്ലാണല്ലോ. അപ്പം കൃത്യമായിട്ട് ബിഗ് ബോസിൻ്റെയും ക്യാമറ കണ്ണുകൾക്കും അറിയാം അത് ആരാണ് ഒളിപ്പിച്ചേക്കുന്നത്, കൃത്യമായിട്ട് അറിയാം. പക്ഷേ അനീഷോ അനു ആയിരുന്നെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടേനെ എന്ന് ഒരു പ്രേക്ഷകർ പറയുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അനീഷിൻ്റെയും അനുവിൻ്റെയും കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ പോലും വലിയൊരു സംഭവമായിട്ട് പിടിക്കുന്ന ബിഗ് ബോസ്
ചില ആൾക്കാർക്ക് ഫേവറിസം കാണിച്ചു കൊടുക്കുന്നു എന്ന് ജനങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പറയാനില്ല. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഇപ്പോൾ അനുവിനെ അനീഷുമാണ് ഇപ്പം മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് സപ്പോർട്ടിൻ്റെ കാര്യമില്ല. പക്ഷേ ബാക്കിയുള്ള മത്സരാർത്ഥികൾ കയറി വരാൻ അവരുടെ സപ്പോർട്ടിന് അത്യാവശ്യം. കാര്യം ആര്യനായാലും നെവിനായാലും അക്ബറായാലും. പക്ഷേ അത് ഒരേ ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് ഉള്ളതാണ് നമ്മളെ സംശയം ഉണ്ടാക്കുന്നത്. അപ്പം പലരും കമൻ്റായിട്ട് പറയുന്നു അക്ബറിനെ വെളുപ്പിക്കാൻ, ആര്യനെ വെളുപ്പിക്കാൻ, നെവിനെ വെളുപ്പിക്കാൻ. അപ്പം നെവിനെന്നും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നെവിന് കൃത്യമായിട്ടുള്ള ശാസന കിട്ടുന്നില്ല എന്നുള്ള. അതുപോലെ അക്ബർ ചെയ്താലും അക്ബർ ഒരു തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിക്കുന്ന കണ്ടില്ല. അതുപോലെ ആര്യൻ്റെ തെറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കുന്ന കണ്ടില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ കോവിൻ ഒളിപ്പിച്ചത് അനുമോളോ അനീഷോ വല്ലോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഇതൊരു വലിയ വിഷയമാക്കി അവർ മാറ്റിയേനെ. അതുപോലെ തന്നെ ലാസ്റ്റ് ലാലേട്ടൻ കൊടുത്തത് പല ടൈറ്റിലുകൾ എഴുതിയ വ്യക്തികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴേ തന്നെ നമുക്ക് മനസ്സിലായി ആ ടൈറ്റിലുകളിൽ മിക്കവാറും കിട്ടുക എന്ന് പറയുന്നത് അത് അനീഷിനും അനുമോൾക്കും കൂടിയാണ്. ഏകദേശം 4ഓളം ടൈറ്റിലുകൾ അവർക്ക് കിട്ടുന്നതായിട്ട് കണ്ടു. നന്മവരം കളിക്കുക അങ്ങനെയൊക്കെയുള്ള ടൈറ്റിലുകളായിരുന്നു. അപ്പം അക്ബറിനും അതുപോലെ ലക്ഷ്മിക്കും ഒന്നും കിട്ടിയതായിട്ട് കണ്ടുമില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഈ കണ്ടൻറ്റ് അവരെ സംബന്ധിച്ച് ഇത് കിട്ടാതിരുന്നുകൊണ്ട് അവർ വലിയ ഗെയിമറാണെന്ന് ഒരു കാരണവശാലും അംഗീകരിക്കുക വയ്യ. കാരണം നാളെ ഔട്ടാകുന്ന എപ്പിസോഡിൽ തന്നെ എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇവരിൽ 2 പേരിൽ ഒരാൾ ഔട്ടായിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. 2 പേരുടെയും പേര് പറയുന്നുണ്ട്. അപ്പം പ്രേക്ഷകരുടെ പിന്തുണ കിട്ടത്തില്ല. പക്ഷേ അവർക്ക് ഒരു ടൈറ്റിൽ കാർഡ് കിട്ടിയില്ല. കാരണം എന്തെങ്കിലും ചെയ്താലല്ലേ ടൈറ്റിൽ കാർഡ് കിട്ടുന്നത്. അക്ബർ എന്താണ് ചെയ്യുന്നത്? അവിടെ ആ ഫോബയിൽ കുത്തിയിരുന്ന് അക്ബറിൻ്റെ ഉമ്മായൊക്കെ വരുമ്പോൾ നീ അവിടെ നിന്ന് എണ്ണിച്ച് മാറൂ എന്ന് പറഞ്ഞിട്ട് പോലും അനങ്ങുന്നില്ല. പക്ഷേ ലക്ഷ്മിയും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പം ഇവർക്ക് 2 പേർക്ക് ഈ ടൈറ്റിൽ കാർഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ അവിടെ കണ്ടൻറ്റുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാങ്ങയുള്ള മരത്തിലെ കല്ലെറിയുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവസ്ഥ. കാരണം കണ്ടൻറ്റ് കൊടുക്കുന്നവരെ അല്ലേ ആൾക്കാർ ഇഷ്ടപ്പെടുത്തുള്ളൂ. ഏറ്റവും കൂടുതൽ നെഗറ്റീവും കിട്ടുന്നത് പോസിറ്റീവും കിട്ടുന്നത് അവർക്ക് തന്നെ ആയിരിക്കും. അതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് നിരാശയുണ്ടായ ഒരു എപ്പിസോഡാണ്. കാരണം പലരെയും ഫയർ ചെയ്യും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി പലരെയും രക്ഷപ്പെടുത്താൻ നടത്തിയതായിട്ട് നമുക്ക് തോന്നി. ഞാൻ പറഞ്ഞിട്ട് ഇത് ലാലേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ലാലേട്ടൻ പറഞ്ഞു കൊടുത്ത പ്രകാരം ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയുള്ളൂ. കാരണം എല്ലാ എപ്പിസോഡും കുത്തിയിരുന്ന് കാണാൻ ലാലേട്ടന് സമയക്കുറവില്ല എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്നു ലാലേട്ടൻ എപ്പിസോഡെല്ലാം കണ്ടതിന് ശേഷമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം ഒറ്റ ദിവസം കൊണ്ടാണ് ഈ 2 ദിവസത്തെ എപ്പിസോഡ് മൊത്തം ഷൂട്ട് ചെയ്യേണ്ടത്. രാവിലെ വരെ ഒരു ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ ഉച്ച കഴിഞ്ഞ്. അപ്പം അത് മൊത്തം കാണാനോ അതിന് പിന്നെ പറയുന്ന കാര്യങ്ങളുമൊക്കെ ചില വീഡിയോ ക്ലിപ്പ് കാണുമായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അത് ലാലേട്ടൻ്റെ പിന്നെ ലാലേട്ടൻ വിചാരിച്ചു ഇനിയും പറഞ്ഞിട്ടെന്ത് കാര്യം, 10-20 ദിവസമേ ഉള്ളൂ, ഇവരോട് എത്ര പറഞ്ഞാലും ഇവർ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചാലും മതി കേട്ടെ. ഏതായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.